കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ആവ്നസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ലേ. നമ്മളിതാ ഇപ്പൊ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ പറമ്പിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്നതാ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ജാതിയുണ്ട്. അപ്പോൾ ഇതാ ഇവന് നമ്മളിന്ന് ആവശ്യത്തിലധികം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിന്ന് ജാതിക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്തൊക്കെ വളങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു 3-4 ഐറ്റം ജൈവവളമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആട്ടിൻ കാഷ്ടമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിളകൾക്ക് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ജാതിക്ക് മാത്രമല്ല, നമ്മുടെ കുരുമുളകിനാണെങ്കിലും എല്ലാത്തിനും കൊടുക്കുന്നത് അടിപൊളി തന്നെയാണ്. അപ്പോൾ ആട്ടിൻ കാഷ്ടം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡോളോമേറ്റ് കൊടുക്കുന്നുണ്ട്. ഡോളോമേറ്റിനും അത്യാവശ്യം നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പറമ്പിൽ ഇടുന്നതിലൂടെ. പറമ്പിൽ നമ്മൾ വിളകൾക്കാണല്ലോ ഇടുന്നത്, അപ്പോൾ അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം കേട്ടോ. ഇത് നമ്മൾ 2 വളം കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. നീം ഓയിൽ കേക്കാണ്, അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ അതിനും അതിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. നീം ഓയിൽ കേക്ക് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള ഈ ഒരു വിരശല്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, നീമാവിരകളൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ വിളകളുടെ ഒരുപാട് അതായത് കുറേ കേടൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ കേടൊക്കെ മാറാനും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഒരു ഗുണമേന്മ കൂട്ടാൻ തന്നെ നമ്മുടെ നീം ഓയിൽ കേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ജാതി ചൂടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ഇടുന്ന വളങ്ങളൊന്നും അതിൻ്റെ ചോട്ടിലേക്ക് നേരെ പിടിക്കില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ ആയി പോകും. അതുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നീം ഓയിൽ കേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഒരെണ്ണം പറയാത്താട്ടോ, നമ്മുടെ എല്ലുപൊടിയൊക്കെ കാൽസ്യത്തിൻ്റെ ഒരു വലിയ സോഴ്സ് തന്നെയാട്ടോ എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു 4 വളങ്ങളാണ് നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ ചോട്ടിലുള്ള ചപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാം. നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഇതുവഴി ഇങ്ങനെ പടർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ജാതിയുടെ ചോട്ടിലേക്ക്. അതൊക്കെ ഒന്ന് കേടാവാതെ ഒന്ന് നമുക്ക് നീക്കി വയ്ക്കാം. ഒരു വിള മാത്രമല്ലല്ലോ ചെയ്യണത്, കുരുമുളക് ജാതി അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കുരുമുളകിന്റെ വള്ളിയും അങ്ങനെ പലതും നമ്മുടെ മറ്റുള്ള വിളകളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അധികം നമുക്ക് നീക്കാനൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. കാരണം നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കൈയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് അധികവും നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ കാടായാലും അധികമൊന്നും വളർന്നിട്ടില്ല കേട്ടോ. അപ്പം അതായത് നമുക്കിതൊന്ന് മൊത്തം ഒന്ന് സെറ്റാക്കട്ടെ. എന്തായാലും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മുകളിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ കയറ്റി വെച്ചാൽ മാത്രം പോരാട്ടോ, ഇവിടെ നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ വളമൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ജാതിയുടെ ചോട്ടിൽ പിടിക്കാനല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു തടമൊക്കെ വെട്ടണം. കാരണം ഇട്ട് കൊടുക്കുന്ന വളമൊന്നും മഴയ്ക്ക് ഒലിച്ച് പോകാതെ നല്ല സേഫ് ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിനി വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചപ്പുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഈ മരങ്ങൾ കോതുന്ന ചപ്പും ഇവിടുത്തെ പറമ്പിൽ തന്നെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇനിയിപ്പോൾ നല്ല വെയിലാണെങ്കിൽ കൂടി നമ്മുടെ വിളകൾക്ക് അത്യാവശ്യം നല്ല ചോട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കിട്ടാനും കുറേ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിതുപോലെ ചപ്പൊക്കെ നമ്മുടെ ജാതിയുടെയൊക്കെ ചോട്ടിലിട്ട് കൊടുക്കുന്നതുകൊണ്ട്. ഇങ്ങനെ നമ്മളിതാ ജാതിച്ചോട്ടിലുള്ള എല്ലാ ചപ്പും നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പരിപാടിയാണ്, നല്ല രീതിയിലൊരു തട എടുക്കണം. അപ്പോൾ ഇനി തട എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു തട എടുക്കാൻ വേണ്ടി പോവാണേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത തട ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് പുറത്തേക്കായിട്ടാണ് നമ്മൾ തട എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കറുത്ത കളറിൽ കുറച്ച് ഈ ജാതിച്ചോട്ടിലൊരു സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടിയൊക്കെയാണ്. കുറെ കാശാൻ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാലൻസ് ഉള്ള കുറച്ചാട്ടോ കിടക്കുന്നതൊക്കെ.
ആദ്യയുടെ തടമൊക്കെ വെട്ടി നല്ല സെറ്റ് ആയിട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ നീം ഓയിലിൻ്റെ കേക്കാണ് എടുത്തത്, അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു ചാക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് ഇന്ന് കുറച്ചെടുക്കാട്ടോ. നമുക്ക് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഈ നീം ഓയിൽ കേക്ക് ഇട്ട് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മണ്ണിൻ്റെ ഗുണമേന്മ കൂട്ടാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നീമാവിരകൾ ഉണ്ടല്ലോ മണ്ണിൽ, ഈ നീമാവിരകളും അതുപോലെ തന്നെ ഈ പുഴുക്കൾ, അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികളെയൊക്കെ പല രീതിയിൽ നമുക്ക് കേടുപാടുകളൊക്കെ സംഭവിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളരാൻ വേണ്ടി നമ്മൾക്ക് ഈ ഒരു നീം ഓയിൽ കേക്ക് ഇടുന്നതിലൂടെ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പൊട്ടിച്ച് നമ്മുടെ ബക്കറ്റിലേക്ക് ഇടാട്ടോ. അങ്ങനെ നമ്മളിതാ ചാക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ുള്ള നീം ഓയിൽ കേക്ക് തന്നെയാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ കണ്ടന്റ് തന്നെയാട്ടോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയണത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണേൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നീം ഓയിൽ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പുളിങ്കുരുവൊക്കെ മിക്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പറ്റിക്കപ്പെടാതെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കണേ. മാത്രമല്ല കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചാലും കുറച്ച് റേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, നമ്മുടെ വിളകൾക്ക് നല്ലതല്ലേ അത്. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ പലതരം ലോക്കലായിട്ടുള്ള നമ്മുടെ ഈ നീം ഓയിൽ കേക്കൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്നാലും ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങിക്കണേ. എന്നാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. മാത്രമല്ല കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ലല്ലോ, നല്ല തന്നെയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എന്തായാലും നമുക്ക് കിട്ടും. അത് നല്ല രീതിയിൽ തന്നെ ഓയിൽ ഉണ്ടിട്ടില്ല, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നീം ഓയിൽ കേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോക്കലൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഇപ്പോൾ ലോക്കലിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 4-1 ഇട്ടാൽ മതി നമ്മുടെ ഈ ഒരു നീം ഓയിൽ കേക്ക് നമ്മുടെ വിളകൾക്ക്. നീം ഓയിൽ കേക്ക് എടുത്ത് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ നീം ഓയിൽ കേക്ക് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലുപൊടിയാണ്. അപ്പോൾ ഇത് ഒരു ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഇട്ടിട്ട് ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ എല്ലുപൊടിയിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നൈട്രജനും കൂടുതലായിട്ടുള്ള ഫോസ്ഫറസും ആണ്. ഈ നൈട്രജനും ഫോസ്ഫറസൊക്കെ ഓരോ മൂലകങ്ങളാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ നമ്മളെ പോലെ തന്നെ നമ്മുടെ ചെടികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ന്യൂട്രിയൻസും അതുപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ വേണം. എന്നാൽ മാത്രമേ അതിൻ്റെ ശരിയായ രീതിയിലുള്ളൊരു വിളവൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുരുക്കുകയാണെങ്കിലേ കുറച്ചുകൂടി പെട്ടെന്ന് ഉള്ളിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. കാരണം ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലുപൊടി വാങ്ങിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജൈവവളങ്ങളാണ്. എല്ലുപൊടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അനിമൽസിൻ്റെയൊക്കെ ബോൺസ് ആട്ടോ നമുക്ക് എല്ലുപൊടി ആയിട്ട് വരുന്നത്. എല്ലുപൊടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൊമ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൊമ്പൊക്കെ പൊടിച്ചിട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ കൊമ്പൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറേയൊക്കെ. അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളി എല്ലുപൊടിയാണേ. എന്തായാലും എല്ലുപൊടി കൂടി ഇരിക്കട്ടെ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ആട്ടിൻകാഷ്ടാണേ. അപ്പോൾ ആട്ടിൻകാഷ്ടും ചെടികൾക്ക് വളരെ നല്ലതാണ്. ആട്ടിൻകാഷ്ടത്തിനെ പറ്റി ഇതിനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആട്ടിൻകാഷ്ടായാലും അതുപോലെ തന്നെ ചാണകപ്പൊടി ആയാലും. അപ്പോൾ ഇതൊക്കെയായിരിക്കും ചിലർക്കെങ്കിലും പരിചയക്കുറവുള്ള സാധനങ്ങൾ. അപ്പോൾ എന്തായാലും ആട്ടിൻകാഷ്ടവും നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളെടുത്ത അടുത്തൊരു സാധനമാണ് ഡോളോമേറ്റ്. ഇതാണ് കേട്ടോ ഡോളോമേറ്റ്. അപ്പോൾ ഡോളോമേറ്റ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. നല്ല പൊടിയുടെ രൂപത്തിലാണ്, പൊടിയാണേ, കുമ്മായൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളോമേറ്റ്. അപ്പോൾ ഈ ഒരു ഡോളോമേറ്റിന് പകരം നമുക്ക് കക്കയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കക്ക ഇടുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കക്ക ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ വളക്കൂറ് കുറയും. അപ്പോൾ വളക്കൂറ് കുറയുന്നതുകൊണ്ടാട്ടോ നമ്മൾ ഇപ്രാവശ്യം കക്ക ഒഴിവാക്കിയിട്ട് ഡോളോമേറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ആട്ടും കാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ആട്ടും കാസ്റ്റ് ആയാലും അതുപോലെ തന്നെ എല്ലുപൊടിയും നീം ഓയിൽ കേക്ക് ആണെങ്കിലും എല്ലാം നമുക്ക് പ്രോട്ടീൻ മിക്സറൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. നമ്മൾ തട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തട എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ തടത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു ബക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആട്ടും കാഷ്ടം. അപ്പോൾ ആട്ടും കാഷ്ടം ആയാലും ഡോളോമേറ്റ് ആയാലും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആട്ടോ ഇട്ട് കൊടുക്കണം. സെപ്പറേറ്റ് ഇട്ടാലും നന്നായിട്ട് നമ്മുടെ വേരൊക്കെ വലിച്ചെടുത്ത് ജാതിയിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അങ്ങനെ നമ്മളിതാ ഒരു ബക്കറ്റുണ്ടേ. അപ്പോൾ നമുക്ക് എല്ലുപൊടി കൂടി കുറച്ച് നമ്മുടെ ബക്കറ്റിലേക്ക് ആക്കാം. കാരണം എല്ലുപൊടി നമ്മൾ ചാക്കിലാണല്ലോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഇടാൻ പോണത് നമ്മുടെ എല്ലുപൊടി നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കടത്തി കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണേ. എല്ലുപൊടി ഒരു 2 കിലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇടാൻ വേണ്ടിയിട്ട്. ഒരു ജാതിക്ക്, അതായത് ഈ ഒരു ഹൈറ്റുള്ള ഒരു ജാതിക്ക് 2 കിലോ എന്നുള്ളൊരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് ഇടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിലും ആ വളം ഫുള്ള് ചെടി വലിച്ചെടുക്കുന്നത് വേരിലൂടെയല്ല. അപ്പൊ വേരിന്റെ സംരക്ഷണം മുഖ്യം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെയുള്ള നീമാവരികൾ, അതായത് നമ്മുടെ മണ്ണിലുള്ള നീമാവരികളൊക്കെ നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വേരിനും നല്ലൊരു സംരക്ഷണം കിട്ടുക. അപ്പോൾ നമ്മൾ ഇടുന്ന വളങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വലിച്ചെടുത്തോളും ചെടികൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആശാൻ നമ്മുടെ ഡോളോമേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഡോളോമേറ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിലൂടെ തന്നെ മണ്ണിന്റെ pH ഒക്കെ നിലനിർത്താൻ നല്ലതാണേ ഡോളോമേറ്റ് ഇടുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് അധികം ഡോളോമേറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ഈ ഒരു ജാതിക്ക് വേണ്ട കേട്ടോ. 1/2 കിലോ മതി കേട്ടോ അതിലേക്ക്. അപ്പോൾ മൊത്തത്തിലൊന്ന് വെതറിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിന്റെ pH നിലനിർത്തുന്നതിന്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ചീച്ചിൽ കിടക്കുണ്ടാകുമല്ലോ, അപ്പൊ അതൊക്കെ മാറാനും ഈ ഒരു ഡോളോമേറ്റ് ഇടുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ മണ്ണിലേക്കുള്ള ഒരു pH എന്ന് പറയുന്നത് 5 to 7 ആട്ടോ നമ്മുടെ ചെടികൾക്കൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു pH മൂല്യം. അപ്പോൾ ഈ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ pHലൊക്കെ വേരിയേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വേരിയേഷനൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഡോളോമേറ്റ് ഒന്ന് വെതറി കൊടുക്കുന്നത് വളരെ നല്ലതാണേ. നമ്മൾ എടുത്തിട്ടുള്ള ജൈവവളങ്ങൾ ഫുള്ള് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ജാതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജാതി തൈ നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് ഒരു ബെഡ് തൈയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. നമ്മളെപ്പോഴും ബെഡ് തൈയൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ബെഡ് ഉണ്ടല്ലോ ആ താഴ്ഭാഗത്ത്, അപ്പോൾ അത് മണ്ണിന്റെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ടിട്ട് നടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ നട്ടിട്ടുള്ളത് 1 മീറ്റർ താഴ്ചയിൽ കുഴി എടുത്തിട്ട് എല്ലുപൊടി അതുപോലെ തന്നെ ഡോളോമേറ്റും പിന്നെ കുറച്ച് മണ്ണും എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു 1 മീറ്റർ കുഴി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ജാതിത്തൈ നട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി ഈ വളങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വലിച്ചെടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. കാരണം മഴയത്തൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മണ്ണൊന്ന് ഇട്ട് ഒന്ന് മൂടാം. ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മണ്ണ്.
നമ്മളിപ്പോൾ തടമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ തടം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ, നല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോഴേ ജാതിക്ക് നനച്ചു കൊടുത്താൽ ഈ ഒരു തടത്തിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കിട്ടും. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മണ്ണിട്ട് കഴിയാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ചപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചപ്പിട്ട് കൊടുക്കാം. ചപ്പിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പൊതയിട്ട് കൊടുക്കുക, അങ്ങനെ രണ്ടും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ടുള്ളത് നമ്മുടെ എന്താ കവുങ്ങുണ്ടല്ലോ, കവുങ്ങിന്റെ ഉണങ്ങിയ പാളയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെയാണേ. അപ്പൊ അത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉണങ്ങി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ചപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതിന്റെ ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നാലും നല്ല രീതിയിൽ തന്നെ പൊതയൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജാതിനെ. അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ജാതി കൂടി സെറ്റ് ആക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പൊ അതോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.